ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്, താപക്കിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ വൈകുന്നേരം കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജോലി കഴിഞ്ഞ് പഠനം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കാനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാം, അതായത് പിന്നെ അച്ഛനെ മകൻ കൊല്ലുന്നു, മകനെ അച്ഛൻ കൊല്ലുന്നു, അങ്ങനെ പല ആരാണെന്ന് അറിയാതെ പോലെ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയിട്ട് അമ്മമാരെ കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊല ചെയ്യുന്നവരെ നമ്മൾ കൊലയാളി എന്ന് വിളിക്കുന്നത് അല്ലേ? കൊല ചെയ്യുന്നവരെ നമ്മൾ കൊലയാളി എന്ന് വിളിക്കും. മോഷ്ടിക്കുന്നവരെ നമ്മൾ മോഷ്ടാവെന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചോദ്യമാണ്, പലർക്കും ആശ്വാസമേകുന്ന കൊലയാളി ആര് എന്നാണ് ചോദ്യം. പലർക്കും ഒരാശ്വാസമായിട്ട് മാറുന്ന കൊലയാളി ആര് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നോക്കാം, നമുക്ക് രണ്ട് സൗകര്യമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, പോലെ ഇങ്ങോട്ട് വാ. രണ്ടുപേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യണേ, കുഴപ്പമില്ല. എന്താ പേരെന്താ? ഗോപിക. എവിടെ സ്ഥലം? പുതിയൊരു എവിടെ? പുതിയൊരു കുന്നിന്റെ താഴെയുണ്ട്, കൊറ്റാടി റോഡിലുണ്ട്. കുന്നിന്റെ താഴെ. ഓക്കെ. പേര്? സാന്ത്വനം. സ്ഥലം എവിടെ? പെരളശ്ശേരി അമ്പലത്തിനടുത്താണോ? അല്ല, കുറച്ച് ദൂരെയാണ്. ഓക്കെ. പഠിക്കുന്ന ഇവിടെ രണ്ടുപേരും റേസിൽ ഇപ്പം SSCന്റെ കോച്ചിങ്ങിന്. എത്ര വർഷത്തെ കോഴ്സാണ്? ഒരു വർഷത്തെ കോഴ്സാണ്. അതിപ്പം 6 മാസത്തെ കംപ്ലീറ്റ് ആവാനായി. നവംബറിൽ കോഴ്സ് തീരും. 6 മാസം കൊണ്ട് പഠിച്ചു തീരും? പഠിപ്പിച്ചു തീരും, പഠിച്ചു തീരുമല്ല. പഠിച്ചു തീരണ്ടെങ്കിൽ കുറച്ച് മാസം കൂടി എടുക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് പഠിച്ചു തരും. ക്ലാസ് എത്ര മണിക്കൂറാ? 4 മണിക്കൂർ. ടൈം രാവിലെ അല്ല ഉച്ചയ്ക്ക്? അത് ഓരോ ബാച്ചിനും ഓരോ ഷിഫ്റ്റാണ്. രാവിലത്തെ ഷിഫ്റ്റ് ഉണ്ട്, ഉച്ചക്കത്തെ ഷിഫ്റ്റ് ഉണ്ട്, 10:30 തൊട്ട് 3 മണി വരെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. നമ്മൾ ആ 10:30 തൊട്ട് 3 മണി വരെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചിട്ട് ചായ കുടിച്ചു. എന്താ കടി കഴിച്ചത്? പഴംപൊരി. ചായ മധുരമുള്ളതാണോ മധുരമില്ലാത്താണോ? ചായ കുടിച്ചിട്ടില്ല. ലൈം ടീ കഴിച്ചോ? പഴംപൊരി മാത്രം കഴിച്ചു. ശരി. അപ്പോൾ ചെറിയൊരു ചോദ്യമാണേ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് പല സ്ഥലത്തും കൊല നടക്കുന്നുണ്ട്. അതായത് പണത്തിൻ്റെ പേരിൽ, അതുപോലെ തന്നെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് സ്ഥലത്ത് കൊല നടക്കുന്നുണ്ട്. ആരെ കൊന്നാലും അത് തെറ്റാണ് അല്ലേ? ആരെ കൊന്നാലും തെറ്റാണ്. അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ്, പല ആൾക്കാർക്കും ആശ്വാസമാകുന്ന കൊലയാളി ആരാണ്? പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ബസ്സിൽ മോശമായിട്ട് പെരുമാറുന്നത്, പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരെ കുറിച്ച്. അത് അവരെ ഒരു ചെറിയ ബാഡ് ടച്ച് ആയിരിക്കും, അത് ലൈഫ് ലോങ് ഉണ്ടാക്കുന്ന ട്രോമേനെ കുറിച്ചായിരുന്നു ഈ ഇത്രയും നേരം നിന്ന് ഞങ്ങൾ ഈ വികാരക്ഷോഭമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിട്ട് അത് പേഴ്സണൽ അല്ല. ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ബസ്സിൽ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബസ്സിലെ കണ്ടക്ടറോടോ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ വല്ല ഗുണം ഉണ്ടാവും? അതെല്ലാം ബസ് അത് ഒന്നെന്ന് വെച്ചാൽ അത് പറയാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം പറയും. പക്ഷേ അനുഭവിക്കുന്ന സമയത്ത് ഒന്നും വായിന്ന് പുറത്തു വരില്ല. ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ മോശക്കാരായിട്ട് കാണും. പല ആൾക്കാർ പല തരത്തിലായിരിക്കും പറയാം. പക്ഷെ അങ്ങനെ കുറേ നാൾ സഫർ ചെയ്ത് വെച്ച്, പക്ഷെ തെറ്റ് നമ്മളെ ഭാഗത്തല്ലാന്ന് കാണും. അന്നേരം പ്രതികരിക്കണം. ഈ ന്യായീകരിക്കാൻ പറ്റുന്ന കൊലയാളി ആരാന്ന് വെച്ചാൽ, ഏത് പെണ്ണും, ഇന്ത്യയിലുള്ള ഏത് പെണ്ണും ആത്മാർത്ഥമായിട്ട് ആലോചിക്കുന്നത് ഈ റേപ്പ് വിക്ടിംസിനെയാണ്. എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. റേപ്പ് ചെയ്ത് പിന്നെ അയാൾക്ക് ജീവപര്യന്ത ശിക്ഷയോ കഠിന തടവോ പിഴയോ എന്തെന്നായിട്ട് ഒരു കാര്യമില്ല. നല്ല ഫുഡും മറ്റേ വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരാണ് ഇവിടെ മൊത്തം ഉള്ളത്. പക്ഷേ ജോലി കിട്ടി ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർ പണിയും കൊടുക്കും, പൈസയും കൊടുക്കും, നല്ല ഭക്ഷണവും കൊടുക്കും. ഓരോ മെനു ആണ്. ആഴ്ചക്ക് മട്ടൻ ബിരിയാണി, വോട്ടെവർ എന്തും കൊടുക്കും. അങ്ങനെ സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ്. തെറ്റ് ചെയ്യുന്നതിന് അങ്ങനെ നല്ല ശാന്തമായിട്ടുള്ള സുഖമായിട്ടുള്ള ജീവിതം അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് റേപ്പ് ചെയ്യുന്നതിന് ഒരു ന്യായമില്ല. അവർക്ക് കൊല തന്നെയാണ് അതിനുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉള്ള പോലെ എങ്ങനെ വെച്ചിട്ട്. കാരണം ഒരൊറ്റ ചെറിയ ഇഷ്യൂ, ഇപ്പോൾ ഇന്റർകോഴ്സ് മാത്രമല്ല റേപ്പ്, വോട്ടെവർ ചെറിയൊരു ബാഡ് ടച്ച് പോലെ ഒരു പെണ്ണിൻ്റെ ലൈഫ് ലോങ് ഉണ്ടാക്കുന്ന ട്രോമ എത്രയാന്ന് അതിന് പകരാവൂല ഈ ശിക്ഷ. അപ്പം അതും ഇപ്പോൾ ഈ കൊൽക്കത്തയിൽ നടന്ന ഇത്, കണ്ണടേൻ്റെ കുപ്പിച്ചില് തറച്ച് കണ്ണ് കയറുക, തൊണ്ടയിൽ എല്ല് പൊട്ടുക എന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് അതിനെല്ലാം എന്ത് ശിക്ഷയെ കൊടുക്കാൻ പോകുന്നത്? അതിനെല്ലാം കൊലയെ കുറഞ്ഞൊരു ശിക്ഷയില്ല. നമ്മുടെ സഹോദരി വളരെ വികാര നിർഭരമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന. കാര്യം വെച്ചാൽ ഈ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള പ്രശ്നമാണ്. പല കുറ്റം ചെയ്തു കഴിഞ്ഞാലുള്ള വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് കൂടുതലായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ
പിന്നെ രാമദ പൊന്നിച്ചാമി എന്നുള്ള പേര് ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ പോലെ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ പോകുന്ന സമയത്ത് എന്നെപ്പോലെ മെലിഞ്ഞ വ്യക്തിയായിരുന്നു. ഇപ്പോൾ തടിച്ച് നല്ല സുന്ദരനായിട്ടിരിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും മിഷ്ടാനമായിട്ടുള്ള ചപ്പാത്തി ഓരോ അസുഖത്തിനുള്ള ചികിത്സ, മട്ടൻ ഓരോന്നായിട്ട് കൃത്യമായി വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജയിലിൽ ഇതുവരെ കുറ്റം ചെയ്താക്ക് സുഖകരമായിട്ടുള്ള ജീവിതം കൊടുക്കുമ്പോഴാണ് കുറ്റം ചെയ്യാനുള്ള പ്രേരണ കൂടിക്കൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്തവർക്ക് ഓൺ സ്പോട്ട് ശിക്ഷ നടപ്പിലാക്കുന്ന നിയമം കൂടി ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ സഹോദരന്റെ വാക്കിൽ നിന്ന് വരികയാണ്. എന്തായാലും സന്തോഷം, പ്രതികരിക്കുക. ഓക്കെ, താങ്ക് യു. കാണാം. നമ്മുടെ പല കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങൾ ഇതുപോലെ കിട്ടും. അത് നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ള ഒരു സദുദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആൾ ചോദിക്കാൻ പാ. ചില സ്ഥലത്ത് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പല സംഭവം കിട്ടും. ഇപ്പോൾ നമ്മൾ രണ്ട് സഹോദരന്മാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എന്തോ ഒരു മിഷനൊക്കെ വെച്ചിട്ട് എന്താണെന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം. സാർ ഒന്ന് വരാം. നമസ്കാരം. അപ്പം എന്താ പരിപാടി? നമസ്കാരം. എന്താ പരിപാടി? നമ്മുടെ പബ്ലിക്കിന്റെ ഹെൽത്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, അതിലെങ്ങനെ ഭക്ഷണ രീതിയിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമ്മളെ പിന്നെ എന്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെടാം. അതായത് 2030 1 കോടി ഫാമിലിക്ക് ഹെൽത്തും ഫിറ്റ്നസും എടുത്തു കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കും. അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് കോച്ച് ചെയ്ത് ഗൈഡ് ചെയ്ത് അവർക്ക് റിസൾട്ട് എടുത്തു കൊടുക്കും. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എത്ര ടൈം കൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളും അയാൾ ഹെൽത്തി എത്രത്തോളം ഹെൽത്തി ആണെന്ന കാര്യം പറയാൻ വേണ്ടി പറ്റും? ജസ്റ്റ് നമ്മുടെ ഹൈറ്റും വെയിറ്റും നോക്കി ഈ മോണിറ്ററിലൂടെ, ഈ ഇമ്പോർട്ടൻറ്റ് മോണിറ്ററാണ്, അതിൽ നമ്മുടെ വെയിറ്റ്, BMI, BMR, ബോഡി ഏജ്, വിസറൽ ഫാറ്റ് എല്ലാം പറയാം. അപ്പോൾ അതറിയുമ്പോൾ 2 മിനിറ്റോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അടക്കം നമുക്ക് അറിയാൻ പറ്റും. അതായത് 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ആധുനിക രീതിയിലുള്ള മിഷണറീസുമായിട്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നിന്ന് നമ്മുടെ അധികൃതർ എത്തിയിരിക്കുന്നത്. സാറിൻ്റെ പേര്? പ്രദീപ് കുമാർ. സ്വന്തം സ്ഥലം? കണ്ണൂർ തന്നെ. കണ്ണൂർ എവിടെ? കണ്ണൂർ ഇപ്പോൾ താമസിക്കുന്നത് ചാലാടാണ്. അപ്പോൾ സ്വന്തം സ്ഥലം എവിടെ? സ്വന്തം സ്ഥലം ചെറുകുന്നാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്. സ്വന്തം സ്ഥലം? ഇരിക്കോർ. അപ്പോൾ ജോലി ചെയ്യുന്ന ഇപ്പം ഈ വെൽനസ് കോച്ചായിട്ട്. ഓക്കെ, ഒന്നിങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരും. അമ്മേടത്തിൻ്റെ പേര്? നളിനി. നളിനി മേഡം താമസിക്കുന്നത് എവിടെയാ? പാപ്പിൻശ്ശേരി. പാപ്പിൻശ്ശേരിയാണ്. ഓക്കെ, പേര്? പ്രവീണ. എവിടെയാ? ധർമ്മശാല. ഇങ്ങോട്ട് വരൂ. നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? കാസ്റ്റിംഗ് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടോ? ദഹനക്കുറവ്, വൈറസ് സ്തംഭനം അനുഭവപ്പെടുന്നു. അങ്ങനെ 15ഓളം കാര്യങ്ങളുണ്ട്. ഈ 15 കാര്യങ്ങൾ 15 പോയിന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗാവസ്ഥയല്ല, രോഗമല്ല. പക്ഷെ നമ്മുടെ ശരീരം രോഗിയാകുന്നു, അതായത് ആരോഗ്യകരമായ ചുറ്റുപാടിൽ നിന്ന് അനാരോഗ്യത്തിൽ പോകുന്ന ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ നമ്മൾ കറക്റ്റാക്കി ജീവിതശൈലിയും ഭക്ഷണ രീതിയും കറക്റ്റാക്കി കഴിഞ്ഞാൽ ഒരു ഹെൽത്തി പേഴ്സണായി മാറ്റാം. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് വരും തലമുറയിൽ രോഗമുള്ളവരുണ്ടാകാൻ പാടില്ല, മറിച്ച് ആരോഗ്യപരമായിട്ടുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് പിന്നെ ഉണ്ടാക്കിയൊരു പുതിയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടാവും? നമ്മളിപ്പോൾ മിക്കവാറും ദിവസങ്ങളുണ്ട്. ഇതിൻ്റെ ഓഫീസ് ഇതിൻ്റെ മുകളിലുണ്ട്, ന്യൂട്രീഷൻ സെൻറ്റർ. നമ്മുടെ ഓഫീസ് മുകളിൽ തന്നെയാണ്. അപ്പോൾ താഴെ വന്നിട്ട് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് അവയർനെസ് കൊടുക്കാം. ഈ നമ്മൾ തുണിയൊക്കെ ചെറിയ പൈസക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഓടി അവിടെ പോകും. പക്ഷേ ഫ്രീ ആയിട്ടൊരു ആരോഗ്യ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൊന്നാലും അങ്ങോട്ട് പോകില്ല. അതാണ് നമ്മുടെ മലയാളിയുടെ പ്രശ്നം. അതുകൊണ്ട് ഇതുപോലുള്ള ഗവൺമെൻറ് തന്നെ നടപ്പാക്കുന്ന ഇതുപോലുള്ള പദ്ധതികളാണ്. അതുകൊണ്ട് പരമാവധി ആൾ വരിക, ഇതിൽ സഹകരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ബൃഹത്ത എന്തോ പറയാനുണ്ട് തോന്നുന്നു, പറയാം. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് ഇന്ന് കാണുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും മെയിൻ കാരണം. അപ്പോൾ നമ്മുടേതായ ന്യൂട്രീഷൻ്റെ എന്താണ് ഡെഫിഷ്യൻസി, അത് പരിഹരിച്ച് ഒരു ഹെൽത്തി പേഴ്സണായി നല്ലൊരു തലമുറയെ വാർത്തെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ന്യൂട്രീഷൻ സെൻറ്ററിൻ്റെ പ്രാധാന്യം അതാണ്. നല്ല ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അതിലെല്ലാവരും പങ്കാളിയാകുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പോൾ പത്രത്തിൽ കാണാറുണ്ട്, ഇന്നലെ കണ്ടതാണ്, അച്ഛൻ ബന്ധുവിനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ സ്വത്തിൻ്റെ പേരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ സൗന്ദര്യപ്പണക്കത്തിൻ്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന് പറയും. ഇങ്ങനെ കൊല ചെയ്യുന്നവരെ കൊലയാളിയെന്നും മോഷ്ടിക്കുന്നവരെ മോഷ്ടാവെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ചെറിയ ചോദ്യമാണ്, അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇവർക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ചോദ്യം, അതായത് പല ആൾക്കും ആശ്വാസകമാകുന്ന കൊലയാളി ആരാണ്? കൊലയാളി എല്ലാവർക്കും പേടിയാണ്, മാത്രം എല്ലാവരും വെറുക്കുകയൊന്നും ചെയ്യുന്നതാണ്. പക്ഷേ പല ആൾക്കും ഒരു ആശ്വാസകരമാകുന്ന ഒരു കൊലയാളിയുണ്ട്. ആരാണ്? ഷുഗർ അല്ല, അല്ല, പലർക്കും ആശ്വാസകരമാകുന്ന കൊലയാളി, ആശ്വാസമാകുന്ന കൊലയാളി. ഷുഗറിനെ നമുക്ക് സൈലന്റ് കില്ലർ എന്ന് വേണം പറയാം. അല്ല, ഇത് നമുക്ക് സഹായമായിട്ട് വരുന്നത് സഹായം. പക്ഷേ ഇതിന് ഉത്തരവുണ്ട്. രക്ഷയില്ല.
അപ്പം എന്തായാലും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊന്ന് പൂർത്തിയായിട്ട് കൊടുക്കട്ടെ. സമ്മാനമുണ്ട്. ഉത്തരം അല്ല, ഇത് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് സമ്മാനം. ക്ലൂ ഞാൻ തരാം. ഞാൻ 2 ആൾക്കാരോട് കൂടി ചോദിച്ചിട്ട് ക്ലൂ തരാം. നോക്കട്ടെ. ചേട്ടൻ്റെ പേര് പറ. സുനേഷ്. സുരേഷ് ചേട്ടൻ്റെ സ്ഥലം ചെമ്പിലോട്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് നിന്ന് ഒരുപാട് അവാർഡൊക്കെ നേടിയ പഞ്ചായത്താണ് അല്ലേ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്. അപ്പം ഏതാ റൂട്ട് ബസ്? അഞ്ചരക്കണ്ടി കണ്ണൂർ മുരിങ്ങേരി. അഞ്ചരക്കണ്ടി മുരിങ്ങേരി. കണ്ണൂർ അഞ്ചരക്കണ്ടി മുരിങ്ങേരി. എത്ര വർഷമായിട്ട്? ഇപ്പോൾ 22 വർഷമായി. 22 വർഷമായി. അപ്പോൾ ചോദ്യം ഇതാണ്, പല ആളുകൾക്കും ഒരു ആശ്വാസകരമാകുന്ന കൊലയാളി ആരാണ്? തെങ്ങേറ്റക്കാരൻ. കാരണം കൊല കുത്തുന്നുണ്ട്. ഞാൻ പോലും ഇത്ര ആലോചിച്ചില്ല കേട്ടോ. തെങ്ങേറ്റക്കാരൻ കൊല കുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞു. സോറി. എന്നാലും ഈ ചോദ്യം വെച്ച്, ഈ ഡയലോഗ് വെച്ച് ഞാനൊരു ചോദ്യം ഉണ്ടാക്കും. സന്തോഷം. കാണാം. ഓക്കെ. ആ എല്ലാവരും ഇത് അമ്മമ്മയൊക്കെ എവിടെ പോയിട്ട് വരുന്നത്? പറശ്ശിനിക്കട പോയതാണ്. എന്താ പേര്? നൈന. അമ്മയുടെ പേരെന്താ? പേര് ഓക്കെ. അമ്മയുടെ പേരെന്താ? ഗൗരി. ഇത് ഗൗരി അമ്മ. നിങ്ങളുടെ പേര്? നീന. ഓക്കെ. വാ. എന്താ ചേച്ചിയുടെ പേര്? ശ്രീജ. ബാബയുടെ പേര്? ശ്രീഹാൻ. ഇവിടെ താമസിക്കുന്നത് എവിടെയാ? പള്ളിക്കുന്ന്. അപ്പം പള്ളിക്കുന്നാണ് താമസിക്കുന്നത്. പറശ്ശിനി പോയിട്ട് വരികയാണ്. അപ്പൊ പിന്നെന്ത് ഈടെ ബസ് ഇറങ്ങിയ പള്ളിക്കുന്ന് ഇറങ്ങിയാൽ പോരുവാ? വണ്ടി ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ബസ് കയറി പോയതാണോ? ഓട്ടോ ഇവിടെ വെച്ചിട്ട് ബസ് കയറി പോയത്. അത് ശരി. പള്ളിക്കുന്ന് ഓട്ടോയിൽ വന്ന് ഓട്ടോ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് പറശ്ശിനിക്കട ബസ് കയറി പോയി. അപ്പം ഓട്ടോമാറ്റിക് നമ്മൾ ഓട്ടോ എടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തിരിച്ച് പറശ്ശിനിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ എടുക്കാൻ വേണ്ടി പോവാം. പറശ്ശിനിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നതാണോ? അവിടെ തിരക്കുണ്ടോ? അവിടെ തിരക്കുണ്ട്. എന്തായാലും സന്തോഷം. കാരണം ഇത് അമ്മ, ഇത് മോള്, അമ്മയും 3 മക്കളും. പലപ്പോൾ ഈ ബാബ ആരുടെ കുട്ടിയാ? നിങ്ങളുടെ കുട്ടി. അപ്പം 3 തലമുറയാണ്. കൊച്ചൂട്ടൻ, അമ്മ, അമ്മമ്മ. ഇങ്ങനെ 3 തലമുറ ഒരുമിച്ചിട്ട് ഇപ്പോൾ പറശ്ശിനി പോയിട്ട് വരികയാണ്. നല്ല സന്തോഷം. അപ്പം ഞാൻ ചെറിയ കാര്യം ചോദിക്കട്ടെ. ചെറിയ സംഭവം. അതായത് പല ആൾക്കും ആശ്വാസമാകുന്ന കൊലയാളി ആരാ? ഞാനൊരു കൊലയാളിയാണ്. ഇല്ല. അപ്പം നമുക്ക് കാണാം. നോക്കിയ ശരി. യെസ്. ഹെൽത്ത് നോക്കിയാ? ഇല്ല. നോക്കണം. ഹെൽത്തൊക്കെ നോക്കണം. ഓക്കെ. പേരെന്താ? ഐ ഇനീഷ്യലാണോ? അച്ഛൻ്റെ അർത്ഥം എന്താ? ഐബിൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ, സുഗമൻ എന്നൊക്കെ വരും. ഒറ്റ പേര് സംഭവം എല്ലോ ഐബിൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ, സുമുഖൻ എന്നൊക്കെയാണ്. താമസിക്കുന്നത് എവിടെയാ? ആലക്കോട് എന്ന് പറയും. ആലക്കോട് കരുവഞ്ചാൽ ചാണക്കൊണ്ട് ആ വഴി ചാണക്കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ റയറോം എന്ന് പറയും. പഠിക്കുന്ന ഇപ്പോൾ എവിടെയാ? ഇവിടെ ലക്ഷ്യം. ബോബസ്. എല്ലാ വെറൈറ്റി പേരെന്താ? ബോബസിന്റെ അർത്ഥം എന്താ? അർത്ഥം ഏതാണ്? രക്ഷകൻ. ആ. ഇപ്പൊ സുന്ദരൻ രക്ഷകൻ. എവിടെ സ്ഥലം? വിളയാങ്കോട് പരിയാരം. പേര്? യദുൻ രാജ്. എവിടെ സ്ഥലം? ഞാൻ ഇരിട്ടി മുഴക്കുന്നാണ്. 3 പേര് നമ്മളെ പഠിക്കാൻ നടക്കുന്ന ലക്ഷ്യം പരിചയപ്പെട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങളെ റൂട്ടൊക്കെ എത്ര മണിക്ക് ബസ് പോവാ? ഇവിടെ 5:15 ബസ്സുണ്ട്. 5:15 പോയാല് പിന്നെ എത്ര മണിക്ക് അവിടെ എത്തും? എനിക്ക് അവിടെ 7:15 ആകുമ്പോൾ. നിങ്ങൾക്ക് എത്ര ടൈം വേണം ബസ്സിന്? എനിക്ക് 1.5 മണിക്കൂർ. 1.5 മണിക്കോ 1.5 മണിക്കൂർ. നിങ്ങൾക്ക് 2 മണിക്കൂർ വേണം. 7:30 അപ്പം രാവിലെ ഉച്ചക്കാണ് പുറപ്പെട്ടത്? രാവിലെ 7 മണി 6:45. രാവിലെ 6:45 പുറപ്പെട്ടിട്ട് തിരിച്ച് വീട്ടിലെന്നത് 7:30 മണിക്കാ അല്ലേ? യെസ്. അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. അതായത് പല ആൾക്കാരും പല രീതിയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട്, സ്വത്ത് പ്രശ്നമായിട്ട്, വ്യക്തിവൈരാഗ്യമായിട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നം നടക്കുന്നുണ്ട്. കൊല ചെയ്താൽ എന്തായാലും അയാൾ കുറ്റവാളിയാണ്. കൊല ചെയ്യുന്നയാളെ നമ്മൾ കൊലയാളി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല ആൾക്കും ആശ്വാസമാകുന്ന കൊലയാളി ആരാണ്? കൊലയാളി ഏതാണ്? മനുഷ്യരല്ല. പക്ഷേ പൊതുവെ ഇതൊരു ജീവിയല്ല. പറഞ്ഞു പലർക്കും ആശ്വാസകരമാകുന്ന കൊലയാളി മനുഷ്യരുമല്ല, ജീവിയല്ല. ചെടിയല്ല. പലർക്കും ആശ്വാസകരമാകുന്ന കൊലയാളി. ക്ലൂ ഞാൻ പറഞ്ഞത് മനുഷ്യരല്ല എന്ന് പറഞ്ഞത്. പക്ഷെ മനുഷ്യർക്കാണ് ആശ്വാസമാകുന്നത് ഈ കൊലയാളി. മനുഷ്യരല്ല, പക്ഷെ മനുഷ്യർക്കാണ് ഈ കൊലയാളിയെ കൊണ്ടുള്ള ഗുണം. മരുന്നുകളാണ്.
മരുന്ന് അങ്ങനെയും പറയാം വേണമെങ്കിൽ. പാരസിറ്റമോൾ, സോറി. അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യം. ഇവിടെ നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്തോ കിട്ടും, വല്ലതും കിട്ടുക? ആ, ഇത് പെയിൻ കില്ലറാണ് ഉദ്ദേശിക്കുന്ന ടാബ്ലറ്റ് മെഡിസിൻ പെയിൻ കില്ലറാണ്. ഹലോ ചെക്ക്, ഹലോ ചെക്ക്, ഹലോ. എൻ്റെ ചെവിടിന് വല്ല പ്രശ്നമുണ്ടോ നോക്കിയതാ. എൻ്റെ ചെവിടിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. ആരോ എന്തോ ഒന്ന് പറയുന്ന പോലെ. അല്ല, ഇങ്ങോട്ട് വന്ന് വാ. അല്ല, ഞാൻ പിന്നെ ഇവരോട് ആരോഗ്യ വകുപ്പെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിവിടെ എത്തി. അപ്പം ഇപ്പം ഈ കിട്ടിയ ഉത്തരം ആരാ എനിക്ക് പറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു വേദനക്കുള്ള റിലീഫാണല്ലോ ആരോഗ്യ മേഖല എന്ന് കേട്ടപ്പോൾ ഞാൻ അതിൽ ചിന്തിച്ചു. അങ്ങനെയാണോ? എൻ്റെ ചോദ്യമായിരുന്നു, അതായത് പല ആളുകൾക്കും ആശ്വാസമാകുന്ന കൊലയാളി ആര്? ആശ്വാസമാവില്ല. പക്ഷേ ഏതാ കൊലയാളി ആരത്? പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ കൊലയാളി. വേദനയെ സംഹരിക്കുന്ന വേദന സംഹാരി എന്ന് പറയാം, ഇല്ലെങ്കിൽ പെയിൻ കില്ലർ. അതായത് നമുക്ക് മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ശാരീരികമായിട്ട് വേദന അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസം ഏതൊരു മെഡിസിനാണ് നമ്മുടെ പെയിൻ കില്ലർ എന്ന് പറയുന്നത്. വേദന സംഹാരി എന്ന് പറയും. കില്ലർ എന്ന് പറഞ്ഞാൽ കൊലയാളി. അങ്ങനെ മനുഷ്യർക്ക് പലർക്കും ആശ്വാസമാകുന്ന ഒരേ ഒരു കൊലയാളിയുള്ളൂ, അതാണ് പെയിൻ കില്ലർ. എന്തായാലും തെങ്ങുകാരൻ്റെ ഇനി മറുപടി എൻ്റെ ഇപ്പോൾ മനസ്സിലുണ്ട്, ചേട്ടൻ കൂടെ ഉണ്ട്. അപ്പം പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ആദ്യം ചോദിച്ച 2 സഹോദരിമാർ. അവർ പറഞ്ഞ ബസ്സിലെ ദുരനുഭവമാണ്. അതായത് തെറ്റ് ചെയ്തിട്ട് പോലും പല ആളും, അതായത് ബലാത്സംഗം പോലുള്ള കാര്യം ചെയ്തിട്ടും ഇപ്പോഴും എന്താ പറയുക സുഖലോലുപനായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷേ ആ സമയത്ത് പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനയെ പറ്റി ഒരു സഹോദരി പറഞ്ഞു. പിന്നൊന്ന്, നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പുതിയ സംഭവമാണ്. നമ്മൾ അതായത് പുതിയ തലമുറ, രോഗമില്ലാത്ത പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ പുതിയ ബസ് സ്റ്റാൻഡിന് മുകളിൽ തന്നെ ഇവരെ ഓഫീസുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ച് എന്ന പേര് എൻ്റെ ന്യൂട്രീഷൻ സെൻറ്റർ, പോഷകാഹാര കേന്ദ്രം. ഓക്കെ. അപ്പം അങ്ങനെ ചോദിച്ചപ്പം അവർ ലാസ്റ്റ് ഇവരെന്നെ ഉത്തരം പറഞ്ഞു ചോദ്യമാണ്, പലർക്കും ആശ്വാസകരമാകുന്ന കൊലയാളി ആരാണ്, അല്ലെങ്കിൽ ഏതാണ് എന്നാണ്. നമ്മുടെ 3 സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത് മനുഷ്യരല്ല, ജീവിയല്ല, പക്ഷെ മനുഷ്യർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നതെന്നും പറഞ്ഞു. പക്ഷെ അവർക്ക് കിട്ടില്ല. അങ്ങനെ ഉത്തരം പറഞ്ഞു. ചേട്ടൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് PP. എന്താണ് PP? പുത്തൻപുര. ഏതായാലും പണ്ട് കാലങ്ങളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ വിനോദത്തിനായിട്ട് കണ്ടെത്തിയ ഒരു ഉപകരണമാണ് PP എന്ന് പറയും. PP. പക്ഷെ അതിപ്പോൾ കാണാനില്ല അല്ലേ? അപ്പോൾ ഉത്തരം പറഞ്ഞ ചേട്ടനുള്ള സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ. പിന്നെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. സ്വർണ്ണം അല്ലേ, ഗോൾഡ് അല്ല, അത് പറയാം. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഈ നിങ്ങൾക്കിത് 10 100 ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എത്ര വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ കാണാം. ഓക്കെ, താങ്ക്സ്. ഓക്കെ, കാണാം. ഓക്കെ, ശരി. യെസ്. അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ.